മൈഗ്രെയിൻ നമ്മൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണതല്ലേ. എന്നാൽ അതിന്റെ പുറകിൽ വരുന്ന വേദനയും ബുദ്ധിമുട്ടുകളും അതുകൊണ്ടുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ. ക്ലിനിക്കിൽ പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് തലവേദനയുള്ള ആളുകൾ വന്നിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് മൈഗ്രെയിൻ ആണോ ഡോക്ടറെ? എല്ലാ തലവേദനയും മൈഗ്രെയിൻ അല്ല, എല്ലാ മൈഗ്രെയിനും ഒരുപോലെയുമല്ല. മൈഗ്രെയിൻ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അത് പലപ്പോഴും തലവേദനയോടൊപ്പം തലകറക്കം, ഛർദിൽ, കണ്ണിന് മുമ്പിലുള്ള പലതരത്തിലുള്ള നിറങ്ങൾ കാണുക, കാഴ്ച മങ്ങുക തുടങ്ങിയ ലക്ഷണങ്ങളും ഒക്കെ ആയിട്ടാണ് പലപ്പോഴും അത് കാണപ്പെടാറുള്ളത്. എപ്പോഴും തലയുടെ ഒരു വശത്ത് മാത്രമാണ് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ചില രോഗികളിൽ അത് തല മുഴുവനായിട്ടുള്ള വേദനയായിട്ടും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. മൈഗ്രെയിന് പലപ്പോഴും ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം നമുക്കറിയില്ലെങ്കിലും അത് ഉണ്ടാവാനായിട്ടുള്ള പല ട്രിഗർ ഫാക്ടേഴ്സും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് അമിതമായ ശബ്ദം, കൂടുതൽ വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക, കുറെ നേരം വെയിൽ കൊള്ളുക, ഭക്ഷണം കഴിക്കുന്നതിൽ താമസം വരിക, വിശന്നിരിക്കുക, അതുപോലെ ചില ഫുഡുകൾ, ഉദാഹരണത്തിന് ചോക്ലേറ്റ്, ഒരുപാട് മധുരമുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അതായത് നമ്മുടെ അജിനോമോട്ടോ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പലപ്പോഴും മൈഗ്രെയിനെ ഒരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് സ്ട്രെസ്, സ്ട്രെയിൻ, ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങളും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. മൈഗ്രെയിൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അതിന്റെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നമ്മൾ എത്രമാത്രം അവോയ്ഡ് ചെയ്യാൻ പറ്റുക അത്രത്തോളം നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതാണ് നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് തലവേദന വരുന്നത് അമിതമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നതിലൂടെയാണെങ്കിൽ അത്തരത്തിലുള്ള എൻവയോൺമെന്റിൽ പോകുന്നത് പരമാവധി കുറയ്ക്കുക. അതുപോലെ ചിലർക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതിലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഉറക്കം, ഭക്ഷണക്രമം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ വരുത്തുക. ഹോമിയോപ്പതി ശാസ്ത്രശാഖയിൽ മൈഗ്രെയിൻ ചികിത്സിക്കുന്നത്, മൈഗ്രെയിൻ എന്നല്ല ഏത് അസുഖവും ചികിത്സിക്കുന്നത് അതിന്റെ മൂലകാരണത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ്. ആ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മരുന്ന് നിശ്ചയിക്കുന്നത്. ഇത്തരത്തിൽ അസുഖത്തിന്റെ മൂലകാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ചികിത്സയിലൂടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ പലർക്കും തലവേദന ഉണ്ടാവാറുണ്ട്. ഇതുപോലുള്ള അടിക്കടി വരുന്ന തലവേദന, അതിനോടൊപ്പം തന്നെ ഛർദിൽ, തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ അസുഖം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കുകയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ചികിത്സ ചെയ്ത് സുഖപ്പെടുത്താനും സാധിക്കുന്നതാണ്.